ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്തു സംഭവിക്കും? ഇന്ത്യ അതിദാരിദ്ര്യത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടോ? തൊഴിൽ മേഖലയുടെ വളർച്ച യാഥാർത്ഥ്യമോ? വളർന്നും തളർന്നും സ്വർണ്ണ വിപണി നൽകുന്ന സൂചന എന്ത്? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച വെറും വാക്കല്ല. 17 കോടി ജനങ്ങളാണ് അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തി നേടിയത്. അതിദാരിദ്ര്യ ലഘൂകരണത്തിൽ ഇന്ത്യ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടാണ് ലോകബാങ്ക് മുമ്പോട്ട് വയ്ക്കുന്നത്. ഇന്ത്യ പോവർട്ടി ആൻഡ് ഇക്വിറ്റി ബ്രീഫ് എന്ന റിപ്പോർട്ടിൽ 2011-12 16.2% നിന്ന് 2022-23 2.3% അതിദാരിദ്ര്യം കുറഞ്ഞതായാണ് ലോകബാങ്ക് പറയുന്നത്. പ്രതിദിനം $2.15 താഴെ വരുമാനത്തിൽ ജീവിക്കുന്നവരെയാണ് അതിദരിദ്രരായി കണക്കാക്കുന്നത്. ഏതാണ്ട് 200 രൂപയ്ക്ക് താഴെ ജീവിക്കുന്നവർ. ഇതോടെ 17.1 കോടി ആളുകൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി. ഗ്രാമീണ അതിദാരിദ്ര്യ നിരക്ക് 18.4% നിന്ന് 2.8%, നഗരപ്രാന്തങ്ങളിൽ 10.7% നിന്ന് 1.1% കുറഞ്ഞു. ഇത് ഗ്രാമ നഗര അതിദാരിദ്ര്യ വിടവ് 7.7 നിന്ന് 1.7% കുറയ്ക്കുന്നു. 2011-12 കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഏറ്റവും ദരിദ്രരിൽ 65% ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, പശ്ചിമ ബംഗാൾ, മധ്യപ്രദേശ് എന്നീ 5 സംസ്ഥാനങ്ങളിലാണ് ഉണ്ടായിരുന്നത്. സ്വയം തൊഴിൽ മേഖല വർദ്ധിക്കുകയാണ്, പ്രത്യേകിച്ച് ഗ്രാമീണ തൊഴിലാളികളുടെയും സ്ത്രീകളുടെയും ഇടയിൽ. സ്ത്രീ തൊഴിൽ നിരക്ക് 31% ആണെങ്കിലും ലിംഗപരമായ അസമത്വം തുടരുക തന്നെയാണ്. 234 ദശലക്ഷം പുരുഷന്മാർ കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. ഈ നേട്ടത്തിലൂടെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ മുഖം മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യാന്തര വിലയിലെ നേരിയ ആശ്വാസത്തിലാണ് സ്വർണ്ണ വിപണിയുള്ളത്. വ്യാപാര ചർച്ചകൾ വില കുറയുമെന്ന പ്രതീക്ഷയും നൽകുന്നുണ്ട്. തുടർച്ചയായ ഇടിവുകൾക്ക് ശേഷം സ്വർണ്ണവില താൽക്കാലിക വിശ്രമത്തിലാണ്. രാജ്യാന്തര വിലയിൽ കാര്യമായ വർധനയുണ്ടാകാത്തതാണ് കേരളത്തിലും ആശ്വാസമാകുന്നത്. ചൈനയുമായി വ്യാപാര യുദ്ധത്തിൽ ചർച്ചകൾ നടക്കുന്നു എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയാണ് സ്വർണ്ണത്തിന് ആശ്വാസമായത്. നിലവിലുള്ള വ്യാപാര തർക്കം ലഘൂകരിക്കാൻ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ചൈനീസ് വാദത്തെ ട്രംപ് തള്ളിക്കളഞ്ഞതോടെ സ്വർണ്ണത്തിൽ വിൽപ്പന നടന്നു. ഇതോടൊപ്പം രൂപ മെച്ചപ്പെട്ടതും ആഭ്യന്തര സ്വർണ്ണവിലയിൽ നേട്ടമായി. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ 6%, പ്ലാറ്റിനത്തിന്റേത് 6.4% കുറച്ചത്. രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത്. ഡോളർ, രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. കാർഷിക വിപണിയിൽ അടുത്ത വാരം. ഇന്ത്യൻ കുരുമുളക് വിപണി ചരിത്രത്തിലെ ഏറ്റവും ഉയർച്ചയിൽ. നീണ്ട 11 വർഷങ്ങളിലെ കാത്തിരിപ്പിനൊടുവിലാണ് മലബാർ കുരുമുളക് റെക്കോർഡ് പ്രകടനം കാഴ്ചവെക്കുന്നത്. ഏഷ്യൻ റബ്ബർ ഉൽപാദന രാജ്യങ്ങൾ പുതിയ ടാപ്പിംഗ് സീസണിന് ഒരുങ്ങുന്നു. പതിവ് പോലെ ടയർ ലോബി ഷീറ്റ് സംഭരണത്തിൽ നിയന്ത്രണം വരുത്തി. നാളികേരോൽപ്പന്ന വിപണിയിലും റെക്കോർഡ് പ്രകടനം. ഈസ്റ്ററും വിഷുവുമെല്ലാം ആഘോഷിക്കാൻ പണം കണ്ടെത്താൻ റബ്ബർ കർഷകർ നടത്തിയ നീക്കം അവസരമാക്കി ടയർ ലോബി. വൻതോതിൽ റബ്ബർ ആവശ്യമുണ്ടായിട്ടും ഏറ്റവും താഴ്ന്ന വിലയ്ക്ക് അസംസ്കൃത ഉൽപ്പന്നങ്ങൾ കർഷകരിൽ നിന്നും അവർ കൈക്കലാക്കി. ഓഫ് സീസൺ കാലയളവായതിനാൽ അല്പം മെച്ചപ്പെട്ട വില ഉറപ്പുവരുത്താനാവുമെന്ന നിഗമനത്തിലായിരുന്നു കേരളത്തിലെ റബ്ബർ ഉൽപാദകർ. ജനുവരിക്ക് ശേഷം പ്രതികൂല കാലാവസ്ഥ മൂലം കാര്യമായ ടാപ്പിംഗ് നടക്കാത്തതിനാൽ ഉൽപാദന കേന്ദ്രങ്ങളിൽ റബ്ബറിന്റെ കരുതൽ ശേഖരം നാമമാത്രമാണ്. ഇതുവരെ റബ്ബർ വില 200 രൂപയ്ക്ക് മുകളിൽ ഇടപാടുകൾ നടന്നത് ഏതാനും ദിവസങ്ങളിൽ മാത്രമാണ്. ടാപ്പിംഗ് നടന്ന സന്ദർഭത്തിൽ
സീസണാണെന്ന പേരിൽ വിലയിടിച്ച വ്യവസായികൾ വിദേശത്തെ തളർച്ചയുടെ പേരിൽ ഓഫ് സീസണിലും അത് തുടർന്നു. ഏറെ പ്രതിസന്ധികളെ മറികടന്ന് മാസാരംഭത്തിൽ കിലോ 200-ന് മുകളിൽ ഇടം കണ്ടെത്തിയ മികച്ച ഇനം ഷീറ്റിനെ അതിവേഗത്തിലാണ് 195-ലേക്ക് വാങ്ങലുകാർ ഇടിച്ചത്. നിലവിൽ ഉൽപാദന മേഖലകളിൽ കാര്യമായ നീക്കിയിരിപ്പില്ല. പുതിയ ടാപ്പിംഗ് സീസണിനായി ജൂൺ വരെ കാത്തിരിക്കണം. അതായത് വരുന്ന 1.5 മാസ കാലയളവിൽ വൻതോതിൽ റബ്ബർ സംഭരിക്കാൻ വ്യവസായികൾ ശ്രമിച്ചാൽ പോലും കാര്യമായി ചരക്ക് കിട്ടാനിടയില്ല. വിദേശ മാർക്കറ്റുകളിലും വിൽപ്പനക്കാർ കുറവാണ്. തായ്ലൻഡിൽ പുതുവത്സരാഘോഷങ്ങൾക്കായി അടച്ച വിപണികൾ അടുത്ത വാരം വീണ്ടും സജീവമാകും. ഇതിനിടയിൽ ചൈന അമേരിക്ക വിഷയം ഉയർത്തിപ്പിടിച്ച് ഊഹക്കച്ചവടക്കാർ ജപ്പാനിൽ റബ്ബർ അവധി വിലകൾ കിലോ 348 യെന്നിൽ നിന്നും 280 വരെ ഇടിച്ചു. താഴ്ന്ന റേഞ്ചിൽ നിന്നും ഉൽപ്പന്നം തിരിച്ചുവരവിന് നടത്തുന്ന ശ്രമങ്ങൾ ഇനിയും വിജയിച്ചിട്ടില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൻകിട സ്റ്റോക്കിസ്റ്റുകൾ നാടൻ കുരുമുളക് സംഭരിക്കാൻ വില ഉയർത്തി. എന്നാൽ വിലക്കയറ്റത്തിനിടയിലും ചെറുകിട വിപണികളിലും ടെർമിനൽ മാർക്കറ്റിലും ലഭ്യത ചുരുങ്ങി നിന്നത് വാങ്ങലുകാരെ അസ്വസ്ഥരാക്കി. 3 ദിവസം കൊണ്ട് 600 രൂപ വർദ്ധിച്ച് അൺഗാർബിൾഡ് 71,900 രൂപയായി. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വൻ ഓർഡറുകൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് വിയറ്റ്നാമിലെ കയറ്റുമതിക്കാർ. വിളവെടുപ്പ് പുരോഗമിക്കുകയാണെങ്കിലും കയറ്റുമതി മേഖലയുടെ ആവശ്യാനുസരണം കുരുമുളക് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നില്ല. വിദേശ ഡിമാൻഡ് കണക്കിലെടുത്താൽ വൈകാതെ ആഗോള വിപണിയിൽ നിരക്ക് ഇനിയും ഉയരാം. അമേരിക്കയും ഇന്ത്യയുമാണ് ഇറക്കുമതിയിൽ മുൻപന്തിയിൽ. ദക്ഷിണേന്ത്യൻ കവുങ്ങ് കർഷകർക്ക് താങ്ങു പകരാൻ കേന്ദ്രം അടയ്ക്ക ഇറക്കുമതിക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് രാജ്യത്തെ പാൻ മസാല വ്യവസായികൾക്ക് കനത്ത തിരിച്ചടിയായി. വ്യവസായികൾ വിദേശ ചരക്ക് കുറഞ്ഞ വിലയ്ക്ക് വൻതോതിൽ ഇറക്കുമതി നടത്തിയതുമൂലം ആഭ്യന്തര വിപണി കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. ഇന്തോനേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അടയ്ക്കയാണ് എത്തിച്ചിരുന്നത്. അനുകൂല വാർത്തകളിൽ പുതിയ അടയ്ക്ക ക്വിന്റലിന് 35,000 രൂപയായും പഴയ അടയ്ക്കയ്ക്ക് 36,000 രൂപയായും വർദ്ധിച്ചു. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. നത്തിങ്ങിന്റെ CMF ഫോൺ 2 Pro തിങ്കളാഴ്ച വിപണിയിലേക്ക്. ബജറ്റ് ഫ്രണ്ട്ലി ആകുമെന്നതിൽ സംശയമില്ല. നത്തിങ്ങിന്റെ CMF ഫോൺ 2 Pro ഈ മാസം 28-ന് വിപണിയിലെത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. 2024 ജൂലൈയിൽ ലോഞ്ച് ചെയ്ത CMF ഫോൺ 1ന്റെ പിന്തുടർച്ചയാണ് 2 Pro. മീഡിയാടെക് ഡയമൻസിറ്റി 7300 Pro ചിപ്സെറ്റിലായിരിക്കും ഇത് പ്രവർത്തിക്കുക. ആൻഡ്രോയിഡ് 15 OSഉം 8GB റാമുമായിരിക്കും ഉണ്ടാവുക. മറ്റു കോൺഫിഗറേഷനുകൾ ലോഞ്ചിലായിരിക്കും പ്രഖ്യാപിക്കുക. വില ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും CMF ഫോൺ 1ന്റെ വിലയ്ക്ക് സമാനമായിരിക്കും. CMF ഫോൺ 2 Proയും ഫ്ലിപ്കാർട്ടിൽ മാത്രമായിരിക്കും വിൽക്കുക. പുതിയ SUVകളുമായി മഹീന്ദ്ര. മുഖം മിനുക്കിയെത്തുന്ന ഥാറാണ് താരം. ഇന്ത്യൻ വാഹന വിപണിയിലെ ആവേശമാണ് താർ. ഏകദേശം 5 വർഷമായി തുടർച്ചയായി വിൽപ്പന മുന്നേറ്റമുണ്ട് ഈ ലൈഫ് സ്റ്റൈൽ SUVക്ക്. പുതിയ അപ്ഡേറ്റുകളോടെ 3 ഡോർ മോഡലിൽ ഉടൻ തന്നെ താർ എത്തുമെന്നാണ് സൂചന. താർ റോക്സിന് സമാനമായ ഡിസൈൻ, സ്റ്റൈലിംഗ്, ഇന്റീരിയർ അപ്ഡേറ്റുകൾ ഇതിന് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡീസൽ, പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളിൽ വാങ്ങാൻ കഴിയും. ഔദ്യോഗിക ലോഞ്ച് തീയതി നൽകിയിട്ടില്ലെങ്കിലും 2026 തുടക്കത്തിൽ അതിന്റെ ഫേസ് ലിഫ്റ്റ് ചെയ്ത പതിപ്പ് വിപണിയിലെത്തിയേക്കും. താർ ഫേസ് ലിഫ്റ്റ് കൂടാതെ XUV 700 അപ്ഡേറ്റ് ആൻഡ് 3XO EV എന്നീ വാഹനങ്ങളാണ് മഹീന്ദ്ര നിരത്തിലെത്തിക്കുന്നത്. വിനോദവാരം. പിറന്നാൾ ആഘോഷിച്ച വരുൺ ധവാൻ. കോമഡി മുതൽ ആക്ഷൻ വരെ ഒട്ടനവധി ചിത്രങ്ങളാണ് വരുണിന്റേതായി റിലീസിന് തയ്യാറെടുക്കുന്നത്. സിനിമകളിലും വെബ് സീരീസുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച നടനാണ് വരുൺ ധവാൻ. അഭിനയ വൈദഗ്ധ്യം കൊണ്ട് അദ്ദേഹം പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറി. ഏപ്രിൽ 24-ന് 38 വയസ്സ് തികഞ്ഞ ഈ ജനപ്രിയ നടൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ്. 2010-ൽ ഫോബ്സ് ഇന്ത്യയുടെ സെലിബ്രിറ്റി പട്ടികയിലും അദ്ദേഹം ഇടം നേടിയിട്ടുണ്ട്. 2010-ൽ പുറത്തിറങ്ങിയ മൈ നെയിം ഈസ് ഖാനിൽ കരൺ ജോഹറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടാണ് വരുൺ ധവാൻ തന്റെ കരിയർ ആരംഭിച്ചത്. സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ, ബദരീനാഥ് കി ദുൽഹാനിയ, ABCD 2, സൂയി ധാഗ എന്നിവ അദ്ദേഹത്തിന്റെ വിജയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു.
ശശാങ്ക് ഖൈതാൻ സംവിധാനം ചെയ്യുന്ന സണ്ണി സംസ്കാരി കി തുളസി കുമാരി ഒരു കുടുംബ പ്രണയ ചിത്രമാണ്. ഈ ചിത്രത്തിൽ വരുൺ സണ്ണിയുടെ വേഷം അവതരിപ്പിക്കുന്നു. ജാൻവി കപൂർ, രോഹിത് സർഫ്, സന്യ മൽഹോത്ര, അഭിനവ് ശർമ്മ, മനീഷ് പോൾ, അക്ഷയ് ഒബ്രോയ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. ധർമ്മ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഈ ചിത്രം സെപ്റ്റംബർ 12 റിലീസ് ചെയ്യും. ചലച്ചിത്ര സംവിധായകൻ ഡേവിഡ് ധവാനും നടൻ വരുൺ ധവാനും വീണ്ടും ഒരു പുതിയ കോമഡി ചിത്രത്തിനായി ഒന്നിക്കുന്നു. ഹായ് ജവാനി തോ ഇഷ്ക് ഹോനാ ഹെ എന്നാണ് ചിത്രത്തിന്റെ പേര്. മൃണാൽ താക്കൂർ, പൂജ ഹെഗ്ഡെ എന്നിവരാണ് മറ്റ് താരങ്ങൾ. ഒക്ടോബർ 2 ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. അനുരാഗ് സിംഗ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബോർഡർ 2. വരുൺ ധവാനോടൊപ്പം സണ്ണി ഡിയോൾ, ദിൽജിത്ത് ദോസജ്, അഹാൻ ഷെട്ടി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. 2026 ജനുവരി 23 ചിത്രം പ്രദർശനത്തിനെത്തുക. വരുൺ ധവാൻ, തമന്ന ഭാട്ടിയ, ശ്രീലീല, സന്യ മൽഹോത്ര എന്നിവർക്കൊപ്പം അഭിനയിക്കുന്ന ചിത്രമാണ് നോ എൻട്രി 2. നോ എൻട്രിയുടെ 2ാം ഭാഗമാണിത്. ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ അനിൽ കപൂർ, സൽമാൻ ഖാൻ, ഫർദീൻ ഖാൻ എന്നിവരെ 2ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അനീസ് ബസ്മി രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം ഒക്ടോബർ 26 റിലീസ് ചെയ്യുക. ഇനി പ്രധാന ഇവന്റുകൾ. വ്യവസായ സംരംഭകർക്കായുള്ള ഇൻഡെക്സ് 2025 എക്സ്പോ മെയ് 2 അങ്കമാലി അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ. ഹോട്ടൽ ടെക് കേരള ട്രേഡ് ഷോ മെയ് 24 കൊച്ചി ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ. ഇതോടെ ബിസിനസ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.